ഹലോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് ലീവാണല്ലോ. അപ്പം ഞാൻ തലേന്ന് ഓഫീസ് കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ആ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങളാട്ടോ കാണിക്കുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ അനിയത്തീൻ്റെ മോനുണ്ട്. അവനിങ്ങനെ ഏത് നേരത്ത് മുറ്റത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പടി വെച്ചതാണ് കേട്ടോ. അങ്ങനെ മുറ്റത്തിറങ്ങി നിന്ന് ഞാൻ കുറേ നേരം കിളികളൊക്കെ അതിലിങ്ങനെ എന്തൊക്കെയോ കിളികളൊക്കെ അതിലിങ്ങനെ ഇങ്ങനെ ചിലച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് നമ്മളെ സ്വന്തം വീട്ടിലൊക്കെ ആകുമ്പോഴല്ലേ അതൊക്കെ നോക്കിക്കാനും ആസ്വദിക്കാനൊക്കെ നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ മുറ്റം അടിച്ചു കേട്ടോ. വീട്ടിൽ വന്നിട്ട് മുറ്റമെങ്കിലും അടിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് ഓർത്തിട്ട് മുറ്റമൊക്കെ അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് എൻ്റെ മോനെ എഴുന്നേറ്റിട്ട് അങ്ങനെ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് വന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതവിടെ നല്ല കാന്താരി മുളക് ഉണ്ട്. അപ്പോൾ അതും കുറച്ച് നേരം നോക്കി ഇന്ന് ബ്രഷ് ചെയ്ത് നേരെ അടുക്കളയിൽ പോന്നപ്പോൾ കാഴ്ചതാ. എന്താ പരിപാടി? നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റ് ഞാനടിച്ച് ഞാൻ കുറച്ചടിച്ചുള്ളൂ. കറി എന്താ? കറി ഉള്ളിയും കിഴങ്ങും. ഈ അടുപ്പിലോ? ഈ അടുപ്പിൽ ചായ. ഞാൻ ചപ്പാത്തി വിട്ടെ. അയ്യോ ഞാൻ ചുട്ടാ ഇഷ്ടപ്പെടില്ലല്ലേ? നീ ചുട്ടാൽ ചപ്പാത്തി സോഫ്റ്റ് ഉണ്ടാവില്ല. ഒക്കെ എന്താ കാണിക്കുന്ന കണ്ടോ, കുറ്റം പറയാ. ചപ്പാത്തി ചുട്ടാ സോഫ്റ്റ് ആവില്ല അത്ര. അത് അമ്മമാർക്ക് ഒരു കൈപ്പൊണ്ണി ഉള്ളതുകൊണ്ടല്ലേ. സിദ്ധു നീ ഇവിടെ അങ്ങനെ അതാ ചായ വയ്ക്കുന്നു കേട്ടോ. അപ്പം ചായ സിദ്ധൂട്ടൻ എൻ്റെ മോന് അവന് ചായ പൊടി ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവന് പൊടി ഇടാതെ വെള്ളച്ചായ ആക്കിയിട്ട് എടുത്തു കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാനിതാ ചായ ഇട്ടു കേട്ടോ. ചായയിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി. അമ്മ അവിടെ ചപ്പാത്തി ചുടുന്നു, ഞാനിവിടെ ചായ ഉണ്ടാക്കുന്നു. ഞാൻ ചായ ഉണ്ടാക്കുന്നു, അമ്മ ചപ്പാത്തി ചുടുന്നു. അങ്ങനെ ചായപ്പൊടിയൊക്കെ അങ്ങോട്ട് തീരാനായിട്ടുണ്ട്. ഇനി ചായപ്പൊടിയൊക്കെ എടുത്ത് കൊട്ടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോന് പേസ്റ്റ് ഞെക്കിയിട്ട് കിട്ടുന്നില്ല, അതൊന്നും ആക്കിക്കൊണ്ടാന്ന് പറഞ്ഞു. പേസ്റ്റ് വേറെ ഉണ്ട് കേട്ടോ. അത് എടുത്ത് തപ്പിയെടുക്കാനുള്ള മടി കൊണ്ട് ഞാനതൊന്ന് ഞെക്കി പീഞ്ഞ് കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മ എനിക്ക് ചായ ഉണ്ടാക്കി കൊണ്ടു തന്നു കേട്ടോ. ചായ ഞാൻ ഉണ്ടാക്കി, അമ്മയാണ് എനിക്ക് എടുത്തുകൊണ്ട് തന്നു കേട്ടോ. അമ്മ എടുത്തുകൊണ്ട് തരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ചായയും കുടിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇതാ അനിയത്തിൻ്റെ മോന് എഴുന്നേറ്റ് വന്നപ്പോൾ ഓനെ കുറേ നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കുക പ്രിയമ്മ ഏതാന്ന് ഞാൻ ചോദിക്കുക. അപ്പോൾ എന്നെ പ്രിയമ്മ എന്നാണ് ഞാൻ വിളിപ്പിക്കുന്നത്. അങ്ങനെ അത് ഞാൻ പറഞ്ഞു കൊടുത്ത് ഓനെ കുറച്ച് നേരം കളിപ്പിച്ച് കേട്ടോ. അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നാൽ സമയം പോവുകയില്ല. എൻ്റെ ചായ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ ചായ കുടിയൊക്കെ നിർത്തി വെച്ച് പിന്നെ കളിപ്പിക്കലായി. പിന്നെ എൻ്റെ മോനെടുത്ത് അവനെ കുറേ നേരം കളിപ്പിച്ചുകൊണ്ട് കിടന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചോറ് വെക്കാനുള്ള തീ കൂട്ടൽ അടുപ്പിലാട്ടോ ചോറൊക്കെ വെക്കൽ. ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടൊന്നും അല്ല, ഞങ്ങളിവിടെ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്, അടുപ്പിൽ തന്നെയാണ് തീ കൂട്ടി ചോറൊക്കെ വെക്കൽ കേട്ടോ. അങ്ങനെ ചാരെല്ലാം അടുപ്പിൽ നിന്ന് കോരി തീയെല്ലാം കൂട്ടി അടുപ്പിൽ ഞാൻ കഞ്ഞിക്കുള്ള തീ നല്ല അടിപൊളിയായിട്ട് കത്തി. കഞ്ഞിക്കുള്ള വെള്ളമെല്ലാം വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും ഇവരെ കളിപ്പിക്കാൻ പോയി. ഇവരെ കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിടുവാൻ വായിൽ. അപ്പം അത് അനിയത്തി അവിടെ മാറാല തട്ടലും അടിച്ചു വാരലും. അവൾ വീഡിയോ എടുക്കുന്ന എന്നോട് നിർബന്ധിക്കുക. ഞാൻ വല്ലപ്പോഴേ പണിയെടുക്കുള്ളൂ, ഈ എടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഓളെ വീഡിയോ എടുത്ത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ദേവമോൻ്റെ കൂടെ മെയിനായിട്ട് ദേവമോനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ. കുറേ നേരം ഓൻ്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്തു കേട്ടോ. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് സമയം പോണത് അറിയേയില്ല. അങ്ങനെ അവൻ്റെ കൂടെ കുറേ നേരം കളിച്ച് വീഡിയോ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴായിരുന്നു മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മേനെയും കൊണ്ട് വീഡിയോ എടുപ്പിച്ച്. എൻ്റെ അമ്മോ, അതൊരു ഒന്നൊന്നര പണിയായിരുന്നു. ഞങ്ങൾ ആക്ഷൻ കാണിക്കുന്നു, അവർ ചെയ്യുന്നു. ഞാൻ കാണിച്ചു കൊടുക്കുന്നു, അവർ ചെയ്യുന്നു. അങ്ങനെ റീടേക്ക് എടുത്ത് അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവരൊരാഗ്രഹം പറഞ്ഞു ഞങ്ങൾക്ക് അത് ചെയ്താലോ എന്ന് തോന്നി. പിന്നെ ഞങ്ങൾ വിടുമോ? ആരെങ്കിലും റീൽ എടുക്കാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഏട്ടനെ വിളിച്ചിട്ട് ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ആ വീഡിയോ ഞങ്ങൾക്കിപ്പം അടുത്തില്ലാത്തതുകൊണ്ട് നേരിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ കോളിൽ കൂടെ കാണിച്ച്. അങ്ങനെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഏട്ടന് ചിരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഏട്ടൻ ചിരിച്ചു. ഏട്ടൻ പറഞ്ഞു, ഈ ജന്മമല്ല ഏത് ജന്മം, 7 ജന്മങ്ങളിൽ എത്ര ജന്മം ഉണ്ടെങ്കിലും ഞാൻ തന്നെ മതി ഏട്ടൻ്റെ വൈഫ് എന്ന് പറയും. കുറേ ഉമ്മയൊക്കെ വാരിക്കൂരി തന്നു കേട്ടോ. വല്ലാണ്ട് മിസ് ചെയ്യട്ടോ. മിസ് യു ഏട്ടാ, ഐ ലവ് യു. അത് കഴിഞ്ഞ് അങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ച് അതിൻ്റെ ഇടയിലും ദേവൻ കളിക്കുന്നുണ്ട് കേട്ടോ. അവനെ നോക്കണം. പിന്നെ അതാ പായസം ഉണ്ടാക്കണം. പായസത്തിന് സാധനം കൊണ്ടുവന്നേ. എന്ത് പായസാ? ഇത് നമ്മുടെ അടപ്പായസം.
ഡബിൾ ഹോൾസിൻ്റെ പായസം, പാലട പായസം. എന്നാൽ വേഗം നിന്ന് ഇളക്കി കേട്ടോ. വന്ന് ഇളക്കടി. നീ ഇളക്ക്, ഞാൻ കുളിക്കാൻ വരാം കേട്ടോ. കുളിക്കാനോ? കുളിക്കാൻ